നമ്മുടെ പാരന്റിംഗ് ടോക്ക് ഷോയിൽ ഇന്ന് അതിഥിയായിട്ടിരിക്കുന്നത് മിനു നിരഞ്ജ്. ഫാഷൻ ഡിസൈനറാണ്, അതുപോലെ ട്വിൻസിന്റെ അമ്മയാണ്. നമ്മുടെ മെന്ററിംഗ് പ്രോഗ്രാമിന് ആദ്യ കാലഘട്ടത്തിൽ ജോയിൻ ചെയ്യിപ്പിച്ച ഒരാളാണ് മിനു. ഇന്ന് മിനുവിനോട് നമുക്ക് അതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് ചോദിക്കാം. എൻ്റെ കൂടെ ഇന്ന് അഖിൽ തോമസ് ഉണ്ട്, സൈക്കോളജിസ്റ്റ്, നമ്മുടെ സ്വന്തം സൈക്കോളജിസ്റ്റ് അഖിൽ തോമസിനും നമ്മുടെ ടോക്ക് ഷോയിലേക്ക് സ്വാഗതം. മിനു എങ്ങനെയാണ് കുട്ടികളെ മാനേജ് ചെയ്യുന്നത്? ശരിക്കും ട്വിൻസിനെ നമ്മൾ വളർത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എസ്പെഷ്യലി എൻ്റെ കേസിൽ അവർ ഐഡന്റിക്കൽ അല്ല, രണ്ടാളും രണ്ട് ക്യാരക്ടറാണ്. ഒരാള് ഭയങ്കര ക്വയറ്റാണ്, മറ്റേ ആള് കുറച്ച് വികൃതി കൂടുതലാണ്. അപ്പം എനിക്കിങ്ങനെ രണ്ടുപേരെയും ഭയങ്കരമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരാൾ കൂടുതലായിട്ട് മറ്റേ ആളെക്കാളും കൂടുതൽ ശാസിക്കേണ്ടി വരുന്നു. അപ്പോൾ ആൾക്കും അത് സങ്കടമാവണം. അപ്പോഴാണ് ഇങ്ങനെ അവൾ തന്നെ കംപ്ലൈൻറ്റ്സ് നമ്മളോട് പറയാൻ തുടങ്ങി, അമ്മ എന്താ ഇങ്ങനെ പറയണേ. അപ്പോഴാണ് എനിക്കും ഹസ്ബൻഡിനും അത് മനസ്സിലായി, മോൾക്ക് അത് വിഷമാവുന്നുണ്ടെന്ന്. അങ്ങനെയാണ് ഞാൻ ഭാഗ്യനെ കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ ഭാഗ്യയുടെ ഡയറക്ഷൻസ് കിട്ടാൻ തുടങ്ങി. അപ്പം എനിക്ക് ഭാഗ്യ എന്നോട് പറഞ്ഞു, രണ്ടുപേരും ട്വിൻസ് ആണെങ്കിൽ പോലും യുണീക്കായിട്ട് നമ്മൾ കാണണം, രണ്ട് രീതിയിൽ നമ്മൾ അവരെ ഡയറക്റ്റ് ചെയ്താൽ മാത്രമാണ് കുട്ടികൾക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മിനു പറഞ്ഞല്ലോ രണ്ട് എക്സ്ട്രീം ആണെന്നുള്ളത് നമുക്ക് അറിയുകയും ചെയ്യാം. അതിന് ഈ മെന്റർഷിപ്പ് പ്രോഗ്രാമിന് വന്നതിന് ശേഷം നിങ്ങളുടെ പാരന്റിങ്ങിലായിക്കോട്ടെ, കുഞ്ഞുങ്ങളുടെ വളർച്ചയിലായിക്കോട്ടെ, എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ദിവസം ഭാഗ്യ മോൾക്കൊരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ടായി. അത് അവളെക്കുറിച്ചുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും എന്നെ കൊണ്ട് എഴുതിപ്പിക്കണം, അതുപോലെ ഹസ്ബൻഡിനെ കൊണ്ട്, വീട്ടിലെ ഉള്ള മെമ്പേഴ്സിനെ കൊണ്ടൊക്കെ എഴുതിപ്പിക്കുക, അങ്ങനെയായിരുന്നു. അപ്പൊ അതില് പോസിറ്റീവ്സ് ആയിരുന്നു കൂടുതലും, പക്ഷെ നെഗറ്റീവ്സും ഉണ്ടായിരുന്നു. പോസിറ്റീവ്സ് കണ്ടപ്പോൾ ആള് ഭയങ്കര ഹാപ്പി ആയി. അപ്പം നെഗറ്റീവ്സും ഏകദേശം ഞങ്ങളൊക്കെ എഴുതിയത് സിമിലർ കാര്യങ്ങളായിരുന്നു. അപ്പോഴാണ് അത് മോൾക്ക് തന്നെ മനസ്സിലായത്, ഇങ്ങനെ കുറച്ച് മിസ്റ്റേക്സ് എനിക്കുണ്ട്. അപ്പൊ ആള് തന്നെ പിന്നെ എന്നോട് വന്ന് പറയാൻ തുടങ്ങി, അമ്മ ഇങ്ങനെ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്, അപ്പൊ ഞാൻ തന്നെ അത് കറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവള് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഹാപ്പി ആയി. അങ്ങനെയൊന്നും അവള് അങ്ങനെ ചെയ്തതിന് മുന്നേ ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും എനിക്ക് അവൾ അന്ന് അങ്ങനെ എന്നോട് സംസാരിച്ചത് ഭയങ്കര ഇതായിട്ട് തോന്നി. കാരണം ആക്ടിവിറ്റീസിലൂടെയാണ് കൂടുതലും ഇങ്ങനത്തെ പ്രോബ്ലംസ് അവൾക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്, എനിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്. അതെന്താന്ന് വെച്ചാൽ ഇതിന് മുന്നേ ഞാൻ ഈ കാര്യങ്ങൾ കുറേ പ്രാവശ്യം അവളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ അവളെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് ആൾക്കത് മനസ്സിലായിട്ടുള്ളൂ. പക്ഷെ ഒരു ആക്ടിവിറ്റി വഴി ഞങ്ങൾ എല്ലാവരും ഈ സെയിം കാര്യം എഴുതി കൊടുത്തപ്പം മോൾക്കത് കുറച്ചുകൂടെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റി. എനിക്ക് തോന്നുന്നു ആ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് അങ്ങനെ ഗെയിംസും ആക്ടിവിറ്റീസും ഒക്കെ വഴിയായിട്ട് പറഞ്ഞു കൊടുത്താലായിരിക്കും കൂടുതൽ കാര്യങ്ങൾ അവർക്ക് റിയലൈസ് ചെയ്യാൻ പറ്റാന്ന് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. അഖിലുവിന്റെ അടുത്ത് വരുന്ന കേസസിൽ 1-2 സെഷന് ശേഷം മെന്റർഷിപ്പ് വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് റെഫർ ചെയ്യാറുണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എത്തുന്നത് എന്തുകൊണ്ട്? കൗൺസിലിങ്ങും മെന്റർഷിപ്പും ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ കൊളാബ് ചെയ്ത് നമ്മൾ എടുക്കാറുണ്ടല്ലോ. അതെങ്ങനെയാണ് അതിനൊരു ഡിസിഷനിലേക്ക് എത്തുന്നത് ഒരു കേസ് വരുമ്പോൾ? പൊതുവെ ബാക്കി ഞാൻ അങ്ങനെ മെന്റർഷിപ്പിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഒരു ലോങ് ടേം സപ്പോർട്ട് വേണ്ടി വരുന്ന കുട്ടികളെയാണ്. എസ്പെഷ്യലി ഇപ്പോൾ കപ്പിൾ കൗൺസിലിംഗ് ആണല്ലോ എൻ്റെ മേജർ ഏരിയ. അപ്പോൾ ഡിവോഴ്സ് ഡിസിഷൻസിലൂടെയൊക്കെ പോകുന്ന പേരൻസ് അവർ കുട്ടികളെ ഇടയ്ക്ക് സെഷൻസിൽ കൊണ്ടുവരാറുണ്ട്. അപ്പം ആ കുട്ടികൾക്കൊക്കെ പലപ്പോഴും ആരോടും അവരുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പേരൻസേ ഒരു വലിയ സ്ട്രഗിളിലൂടെ പോവുകയാണ്. അവരൊരു ഡിസിഷൻ മേക്കിങ്ങിൽ പോകുമ്പം പേരൻസിനോട് അവരുടെ ഇമോഷൻസ് പ്രോപ്പറായിട്ട് ഷെയർ ചെയ്യാൻ പലപ്പോഴും കുട്ടികൾക്ക് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ കേസസിലെ കുട്ടികൾ അവരുടെ ബുദ്ധിമുട്ടുകൾ ഷെയർ ചെയ്യുമ്പോഴൊക്കെയാണ് അവർക്കൊരു ലോങ് ടേം സപ്പോർട്ട് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭാഗ്യയുടെ അടുത്ത് വിടാറുള്ളത്. പിന്നെ ലൈഫിൽ മേജർ ട്രാൻസിഷൻ ഫേസിലൂടെ പോകുന്ന കുട്ടികളൊക്കെ ഇല്ലേ, ഫോർ എക്സാമ്പിൾ ഇപ്പം പൊതുവെ ചൈൽഡ്ഹുഡിൽ നിന്ന് ഒരു ടീനേജിലേക്കുള്ള ട്രാൻസിഷൻ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പേരൻസുമായിട്ട് ഭയങ്കര ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ അവിടെ ആക്ച്വലി പല കുട്ടികളോടും സംസാരിക്കുമ്പം അവർക്ക് ബിഹേവിയറൽ ട്രബിൾസ് ഡെവലപ്പ് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് പേരൻസിന് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഇമോഷൻസിനെ പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന സിറ്റുവേഷൻസിലൊക്കെയാണ്. അവർക്ക് റിയൽ ലൈഫിൽ നടക്കുന്ന ചില ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പേരൻസിനോട് ഷെയർ ചെയ്യാൻ ഒരു മടി കാണിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ കേസസിലാണ് നമ്മൾ സൈക്കോളജിസ്റ്റിൻ്റെ സപ്പോർട്ടിനോടൊപ്പം തന്നെ ഒരു മെൻറ്ററിനെയും കൂടെ അലോട്ട് ചെയ്യുന്നത്. അപ്പം അവർ ആ മെൻറ്ററിൻ്റെ അടുത്ത് കുറേയും കൂടി ഒരു ഫ്രണ്ട്ലി അപ്രോച്ചോടുകൂടി ഇടപെടുകയും അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും കൺഫ്യൂഷൻസ് ക്ലിയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് കാണാം. പണ്ടൊക്കെ കൂട്ടുകുടുംബമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പേര് ഷെയർ ചെയ്യാനും അവരോടൊപ്പം ആയിരിക്കാനും കളിക്കാനും ചിരിക്കാനും ഒക്കെ ആളുകളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഇമോഷൻസ് പറയാനോ അവരെ കേൾക്കാനോ ഒന്നും ആളുകളില്ല. അപ്പം ഈ മെന്റർഷിപ്പ് എന്നുള്ള ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരെ കേൾക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും അവരെ ഗൈഡ് ചെയ്യാനും ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ്.
അതുപോലെ തന്നെ പാരൻസിനും അവരെ ഗൈഡ് ചെയ്യാനും അവർക്കുള്ള ഒരു ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കാനും ഒക്കെ ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഈ ഒരു ടോക്ക് ഷോയിലൂടെ ഉദ്ദേശിക്കുന്നത്. റിയൽ പാരൻസുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയറിങ്ങിലൂടെ ഈ ടോക്ക് ഷോ നമുക്ക് മുന്നോട്ട് പോകാം.